ശ്രീ പത്മകുമാർ, ഇപ്പോൾ ബി.ജെ.പി. പ്രതിനിധി പ്രതികരിച്ചത് കണ്ടല്ലോ. സുപ്രീം കോടതിയിൽ നിന്നും ചില വിധികൾ വരുന്നു. അപ്പോൾ ഓരോ സിനിമയ്ക്കും ആ സിനിമയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ചിലപ്പോഴെങ്കിലും കോടതിയെ പോകേണ്ടി വരും. അപ്പോൾ കോടതിയുടെ വിധി കാത്ത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. കോടതി നല്ല വിധി തരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രതിനിധി പറയുന്നത്. താങ്കൾക്ക് അതിൽ പ്രതികരിക്കാം. അതോടൊപ്പം ഇനി ഈ വിഷയത്തിൽ പോരാട്ടത്തിന് സമയമാണെന്ന് അങ്ങ് പറഞ്ഞു. ആ പോരാട്ടത്തിന്റെ സ്വഭാവം എന്താണെന്നാണ് താങ്കൾ അതിനെ വിവക്ഷിക്കുന്നത്? എനിക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, എന്നാലും ഞാൻ കേട്ടത് വെച്ചിട്ട് ഞാൻ പറയാൻ പറ്റും. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ JSKയുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ സിനിമയുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. അപ്പൊ അവർ ഇതിനകത്തൊരു എൻഡോഴ്സ്മെന്റ് ഇതിനകത്ത് ക്ലോസ് വെച്ചിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ വെച്ചിരിക്കുന്നത് നെയിം ഓഫ് ദ പ്രൊട്ടാഗണിസ്റ്റ് മേ ബി ചേഞ്ച്ഡ് ആസ് എഗ്രീഡ് റീപ്ലേസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എന്ത് എഗ്രി എന്നുള്ളത് അവർ പറയുന്നില്ല. അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ നടന്നിട്ടേ ഇല്ല. ആ പടം സെൻസറിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ റൗണ്ട് ടേബിളിന്റെ സമയത്ത് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അവിടുന്ന് ക്ലിയർ ആയിട്ട് കയറിപ്പോയ പടമാണ്. പിന്നെ ആരാണ് ഇത് ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത്? അവർ തമ്മിലാണോ ഡിസ്കഷൻ നടന്നത്? പിന്നെ രണ്ടാമത് എന്നെ ഒരു വല്ലാതെ അദ്ദേഹം അഡ്വക്കേറ്റ് സർ പറഞ്ഞ പോലെ ഇതിനകത്ത് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം സിനിമയിലെ നായകനായതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത്, അതോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ടോ എന്നുള്ളത് അദ്ദേഹം സമൂഹത്തോട് മറുപടി പറയണം. കാരണം മൗനം വല്ലാതെ മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. എന്താണ് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് കോടതിയിലേക്ക് നീങ്ങൂ എന്ന് പറഞ്ഞു എന്നാണ് കേട്ടത്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറം അദ്ദേഹം അതിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ആണ് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേരളത്തെ പ്രതിനിധിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. നടനപ്പുറത്തേക്ക് ഒരു മന്ത്രിയാണ്. ജനങ്ങൾ സെലക്ട് ചെയ്തൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വളരെ പ്രസക്തമാണ്. കാരണം ഇവിടുത്തെ വിഷയം ജാനകിയും എബ്രഹാം അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥനായ ഒരു വക്കീലും ഒരു വിക്ടിമും തമ്മിലുള്ള ഒരു ഇത് സംഭവമാണ്. അത് നമ്മുടെ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ മറുപടി വളരെ പ്രധാനമാണ്. കാരണം ഇനിയും നാളെ ഒരാൾ സിനിമ എടുക്കുന്ന സമയത്ത് ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. ഇത് ജാനകിക്ക് മാത്രമല്ല, മുഹമ്മദിനും ഈശോയ്ക്കും ഒക്കെ ഈ പ്രശ്നം ഉണ്ടാവും. ഞാൻ സെൻസർ ബോർഡ് അംഗമായിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു സിനിമയ്ക്കകത്ത് മുസ്ലിം പർദ്ദ കത്തിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടിട്ടില്ല ആരുടെയും ഒരു വികാരമൊന്നും തിളയ്ക്കുന്നതേ കണ്ടിട്ടില്ല. അതും ഈ മണ്ണിന്റെ മക്കൾ തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും ഈ മണ്ണിന് അവകാശമുണ്ട്. മതേതരം എന്ന് വെച്ചാൽ മതമില്ലാതെ പോകുക എന്നുള്ളതാണ്. അല്ല, ഒരു മതത്തിന് മാത്രം പ്രാതിനിധ്യം കൊടുത്തിട്ടല്ല. ഇതൊരിക്കലും സെൻട്രൽ ഗവൺമെന്റിനെ പോയിന്റ് ചെയ്യുന്നില്ല. അവർ അറിയുന്നുണ്ടോ എന്നറിയില്ല. ഇത് ഈ പറഞ്ഞ പോലെ ചില ഇടയ്ക്കുള്ള ആൾക്കാർ ഗവൺമെന്റിനെ സൂചിപ്പിക്കാനും അല്ലെങ്കിൽ തന്റെ സീറ്റ് ഉറപ്പിക്കാനും കാണിക്കുന്ന ചില വികൃതമായ ചില പ്രകടനങ്ങൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ ഗൗരവത്തോടെ തന്നെ കാണണം. ഇപ്പോൾ ഒരു JSK പിന്മാറിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ടോക്കൺ നമ്പറിലെ ജാനകി ജയന്തി ആയതുകൊണ്ട് ഈ പ്രശ്നം തീരുന്നില്ല. ഇനിയൊരു റൂൾ അമെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട്. കാരണം സെൻസർ ബോർഡിന്റെ റൂള് വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഒരു സിനിമ നമ്മുടെ മുമ്പിൽ സെൻസറിങ്ങിന് വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സമൂഹത്തിനോ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ മാത്രം കത്രയെ വെക്കാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇതൊരു ആർട്ടാണ്. അതിനെ വളരെ എന്താ പറയുക, വളരെ ഒരു 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 സെൻസിറ്റീവായിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു പളുങ്ക് പാത്രം പോലെ കൈകാര്യം ചെയ്യാനാണ് സെൻസർ ബോർഡിന്റെ നിയമാവലി പറയുന്നത്. ഇനിയൊരു അമെന്റ്മെന്റ് അല്ല വേണ്ടത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന പല കഥാപാത്രങ്ങളും ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടും. മറ്റ് മതസ്ഥരും അന്യമതസ്ഥരും തീർച്ചയായിട്ടും അവിടെ കഥാപാത്രം കിടുമ്പോൾ അവർക്ക് ചോദ്യം ചെയ്തുകൂടെ? എല്ലാവരുടെയും വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും എല്ലാം ഒന്ന് തന്നെയല്ലേ? ഉറപ്പായിട്ടും അങ്ങനത്തെ ചോദ്യം ചെയ്യലുണ്ടാവും എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ ഉദാഹരണങ്ങളുണ്ട്. അല്ല, താങ്കളുടെ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അവരുടെ പിന്തുണ ലഭിക്കാത്ത കാര്യമല്ലോ. ബി ഉണ്ണികൃഷ്ണൻ പോലും പിന്നീടാണ് ഈ കാര്യം അറിയുന്നത്. അപ്പോൾ ആ ഒരു പിന്തുണ എന്തുകൊണ്ട് താങ്കൾ ആ ഘട്ടത്തിൽ തേടിയില്ല എന്നൊരു ചോദ്യം, പിന്നീട് കോടതിയിലേക്ക് പോയിട്ടില്ല എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുകയാണ്. മാഡം, അദ്ദേഹത്തിന് ഈ സംവിധായകൻ പ്രവീൺ നാരായൺ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്ട്രഗിൾ എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമകളോ 7 വർഷത്തെ കഷ്ടപ്പാട് പോലെയല്ല. എന്റെ കൂടെയുള്ള ഒരു പ്രൊഡ്യൂസർ ജോൺ ദാനിയൽ എന്ന് പറഞ്ഞ അദ്ദേഹം പ്രവാസിയായിരുന്നു. അദ്ദേഹം മണരാരണ്യത്തിൽ ചോര നീരാക്കിയുള്ള പൈസ അതിനകത്തുണ്ട്. എന്റെ ഒരു പൈസയ്ക്ക് പോലും വിലയുണ്ട്. തിരശ്ശീലയെ തെളിയുന്നത് സൂപ്പർ സ്റ്റാറിന്റെ പടമാണോ അതൊന്നുമല്ല. അത് കാണുന്ന പ്രേക്ഷകന്റെ മനസ്സാണ് സിനിമയെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഞാനും സ്ട്രഗിൾ ചെയ്തതാണ്. 20 കട്ടാണ് എന്റെ സിനിമയ്ക്ക് ജാനകി മ്യൂട്ട് ചെയ്തത്. ഒരു സിംഗ് സൗണ്ടായ സിനിമയ്ക്ക് ജാനകി ജയന്തിയാക്കണമെങ്കിൽ ഞാനെടുത്തൊരു സ്ട്രഗിൾ ഉണ്ട്. അത് ഭയങ്കര ഭീകരമാണത്. അതിനെ ആരും കാണാതെ പോകുന്നതാണത്. അതുകൊണ്ട് ഇത് ഈ പോരാട്ടം ഞാൻ നിർത്തുന്നില്ല. ഇനി എന്റെ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ ജാനകി നല്ല രാമനും സീതയും നോക്കിയിടും. കാരണം എന്നാലേ എന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ ജാനകി എന്നിട്ടത് എന്റെ മുത്തശ്ശിയുടെ പേരാണ്. സ്ത്രീത്വത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തിന്റെ മനസ്സിനെ ചോദ്യം ചെയ്യുന്ന സിനിമയാണ് എനിക്ക്. അതുകൊണ്ട് എന്റെ മുത്തശ്ശി അനുഭവിച്ച, എന്റെ അമ്മ അനുഭവിച്ച വേദനകളെ എനിക്ക് തുറന്നു കാട്ടാൻ പറ്റൂ. അതിൽ നിനക്ക് ജാനകി പേരിടാൻ അധികാരമില്ലെന്ന് പറയാൻ ഈ ലോകത്ത് ഒരു നിയമസംഹിതയ്ക്ക് അവകാശമില്ല. അത് എന്റെ വികാരമാണ്, എന്റെ ചിന്തയാണത്. ഞാൻ വരയ്ക്കുന്ന പടത്തിന് ഏത് നിറം ചേർക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ മറ്റൊരാളല്ല. അതിനെ ചോദ്യം ചെയ്യപ്പെടണം. അത് സർക്കാരാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ സർക്കാർ ഇതിനെ വളരെ അടിയന്തരമായി ഇതിനൊരു ചർച്ച വെച്ചിട്ട് ഇതിനൊരു തീരുമാനമെടുക്കണം.
അല്ലെങ്കിൽ കേരളം പോലുള്ള വളരെ സെൻസിറ്റീവായ ഒരു സംസ്ഥാനം നമുക്കറിയാം. എമ്പുരാൻ കത്തിച്ചു വിട്ട പുക ഇപ്പോഴും കെട്ടിട്ടില്ല, ആ തീയുടെ പുക അണഞ്ഞിട്ടില്ല, എല്ലാവരുടെയും മനസ്സിൽ നീറുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് വീണ്ടും മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ഒരു ജാനകിയും എബ്രഹാമും ഒരു വക്കീലും ഒരു മറ്റൊരു ജാനകിയും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്നത്. ഇത് ഇവിടെ നിർത്താൻ പാടില്ല. എനിക്ക് FFKയിൽ അംഗത്വം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അംഗമല്ലാത്തത് കൊണ്ടാണ് എനിക്കൊരു ആദ്യ സഹായം കിട്ടാതിരുന്നത്. ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് അംഗത്വം എടുക്കണം, അദ്ദേഹത്തോടൊപ്പം നിൽക്കണം. എനിക്ക് വേണ്ടിയല്ല, വരും തലമുറയ്ക്ക് വേണ്ടി, വരുന്ന കലാകാരന്മാർക്ക് വേണ്ടി എനിക്ക് പോരാടണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.